ആപ്പിളിന്റെ ഓണർ നിങ്ങളുടെ സുഹൃത്തായിരുന്നെങ്കിലോ? അതായത് സ്റ്റീവ് ജോബ്സ് നിങ്ങളുടെ സുഹൃത്താണെന്ന് വിചാരിക്കുക. 1976 ഈ സംഭവം നടക്കുന്നതെന്ന് കൂടി മൈൻഡിൽ വെക്കുക. എന്നിട്ട് സ്റ്റീവ് ജോബ്സ് നിങ്ങളടുത്ത് വന്നിട്ട് പറയാണ്, നമുക്കൊരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്ത് ഇറക്കിയാലോ, നമുക്കത് നല്ലൊരു ബ്രാൻഡായിട്ട് പ്രീമിയം ലുക്കിൽ നമുക്ക് വീട്ടിലും ഓഫീസിലൊക്കെ ഒരുപാട് ഉപയോഗിക്കാൻ പറ്റുന്ന, സ്കൂളുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ മാനുഫാക്ചർ ചെയ്താലോ എന്ന് പറയാണ്. അങ്ങനെ നിങ്ങൾ ആലോചിക്കുമ്പോൾ ശരിയാണല്ലോ, ഈ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ഈ സമയത്ത് ഇറക്കി കഴിഞ്ഞാൽ അത് ഈ ഓഫീസ് ജോലി ചെയ്യുന്നവർക്കും ബാങ്ക് അതുപോലെ കണക്ക് കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളുകൾക്കൊക്കെ ഇത് വീട്ടിലിരുന്നിട്ടും വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ്. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുകയാണ്, എന്തായിരിക്കും നമ്മുടെ ബ്രാൻഡിന് ഒരു പേരിടുക. ഉടനെ തന്നെ സ്റ്റീവ് ജോബ്സ് നിങ്ങളടുത്ത് പറയാണ് ആപ്പിൾ. ഇന്നത്തെ സാഹചര്യം ഒന്നും അല്ല, 1976 ഈ സംഭവം നടക്കുന്നത് കൂടി മൈൻഡിൽ വെക്കുക. ആ കാലഘട്ടത്തിൽ നിങ്ങൾ ചിന്തിക്കുമ്പോൾ ആപ്പിൾ എന്ന പേര് ഒരു കമ്പ്യൂട്ടറിന് ഇടുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? കൂടാതെ ഈ സ്റ്റീവ് ജോബ്സിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ലോണം അറിയാം. കാരണം ഈ സ്റ്റീവ് ജോബ്സിന് ആപ്പിളായിട്ട് ഒരു പ്രത്യേക കണക്ഷൻ ഉള്ള മനുഷ്യനും കൂടിയാണ്. അതായത് അറ്റാരി എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ സ്റ്റീവ് ജോബ്സ് പാർട്ട് ടൈം ആയിട്ട് ഒരു ആപ്പിൾ തോട്ടത്തിൽ വർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ആ സമയത്ത് തന്നെ ഈ ധ്യാനം പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആളൊരു ഫ്രൂട്ടേറിയൻ ആയിരുന്നു. ഫ്രൂട്ടേറിയൻ ആവുന്നതിന്റെ മെയിൻ കാരണം ഈ വേർപ്പ് നാറ്റം ഇല്ലാണ്ടാക്കുക എന്നുള്ളൊരു കണ്ടെത്തിൽ പുള്ളി തന്നെ നടത്തിയതുകൊണ്ടാണ്. അതായത് പുള്ളിക്ക് കുളിക്കാൻ നല്ല മടിയുള്ള ആളായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് കൂടുതൽ നല്ല ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ വേർപ്പിന് നാറ്റം ഉണ്ടാവില്ല എന്നാണ് സ്റ്റീവ് ജോബ്സിന്റെ വിചാരം. അങ്ങനെ സ്റ്റീവ് ജോബ്സ് എന്ത് ചെയ്തു, കുറെ കാലം കുളിക്കാണ്ട് കുറെ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചാണ്. നല്ല പ്രീമിയം ആയിട്ടുള്ള ഫ്രൂട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കാലം എനിക്ക് കുളിക്കാണ്ടിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആപ്പിളുകൾ കൂടുതൽ കഴിക്കുകയാണ്. അതായത് കൂടുതലും ഭക്ഷണത്തിന്റെ ഭൂരിഭാഗവും ആപ്പിളാണ്. അങ്ങനെ ഈ ആപ്പിൾ കഴിച്ചിട്ട് സ്റ്റീവ് ജോബ്സ് വിചാരിക്കുന്നത് എനിക്ക് ഈ വേർപ്പനാറ്റൊന്നും ഇല്ല, ഞാൻ ഭയങ്കര ഫ്രഷ് ആണെന്ന്. അവസാനം കമ്പനിയിലുള്ള മറ്റ് സബോർഡിനേറ്റ്സ് ഒക്കെ കൂടിയിട്ട് കമ്പനിയുടെ ഓണർ അടുത്ത് പോയിട്ട് പരാതി പറയാണ്, സ്റ്റീവ് ജോബ്സ് ഇങ്ങനെ ഭയങ്കര സ്മെല്ലാണ്, അടുത്ത് വന്നിരിക്കുമ്പോൾ ഭയങ്കര വേർപ്പനാറ്റാണ്, എന്തെങ്കിലും ഒരു നടപടി എടുക്കണം. അങ്ങനെ സ്റ്റീവ് ജോബ്സിന്റെ കമ്പനി, അറ്റാരിയുടെ കമ്പനി സ്റ്റീവ് ജോബ്സിന്റെ ഓഫീസിലേക്ക് വിളിപ്പിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഒന്നെങ്കിൽ നീ കുളിക്കണം അല്ലെങ്കിൽ റിസൈൻ ചെയ്തിട്ട് പോകണം. ഈ ഒരു സാഹചര്യം ഒക്കെ നിങ്ങളുടെ മൈൻഡിലുണ്ട്. കാരണം നിങ്ങൾക്ക് അറിയാം, ഈ സ്റ്റീവ് ജോബ്സിനെ നിങ്ങൾക്ക് നന്നായി അറിയാം. ഇതൊക്കെ കൂടി ആലോചിച്ചിട്ട് നിങ്ങളടുത്ത് വന്നിട്ട് സ്റ്റീവ് ജോബ്സ് ഈ കമ്പനിക്ക് ആപ്പിൾ എന്ന് പേരിടണമെന്നും കൂടി പറയുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ? പക്ഷേ ആ സുഹൃത്ത് നല്ലോണം ചിന്തിച്ചിട്ട് അത് അംഗീകരിക്കുകയാണ് ചെയ്തത്. അന്ന് സ്റ്റീവ് ജോബ്സും സുഹൃത്തുക്കളും കൂടിയിട്ട് ആപ്പിൾ എന്ന കമ്പനി തുടങ്ങിയത് കൊണ്ടാണ് ഇന്ന് ഇത്രയും പ്രീമിയം ആയിട്ടുള്ള രീതിയിൽ അവർക്ക് മാറാൻ സാധിച്ചത്. പക്ഷേ അവർ ചെയ്ത വേറൊരു കാര്യമുണ്ട്. പേര് ആപ്പിൾ എന്ന് സെലക്ട് ചെയ്യാൻ മാത്രമല്ല ചെയ്തിട്ടുള്ളത്, നല്ല രീതിയിൽ ഈ ബ്രാൻഡിനെ എങ്ങനെയൊക്കെ പ്ലേസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് നല്ല ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ബ്രാൻഡ് മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ അത് സർവീസ് ആയിക്കോട്ടെ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, നമ്മൾ ആദ്യം തന്നെ പേരിന്റെ പിന്നാലെ അല്ല പോകേണ്ടത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ഈ ബ്രാൻഡിന്റെ സ്വഭാവം എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് നല്ലൊരു ധാരണ ഉണ്ടാക്കി വെക്കണം. അതിനുശേഷം രണ്ടാമത്തതായിട്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് എന്താണ്, ഇത് നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ സർവീസ് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് നല്ലൊരു ധാരണ ഉണ്ടാക്കിയിരിക്കണം. ഇത് രണ്ടും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പേരിലേക്ക് എത്താൻ വളരെ എളുപ്പമായിരിക്കും. കാരണം ഇപ്പൊ പ്രീമിയം ആണെന്ന് വിചാരിക്കട്ടെ, പ്രീമിയം ആയിട്ടുള്ള ഓഡിയൻസ് ആണെന്ന് വിചാരിക്കട്ടെ, പ്രീമിയം ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് വിചാരിക്കട്ടെ, നമ്മൾ സ്വാഭാവികമായിട്ടും പ്രീമിയം മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പേരുകളും ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടാവും, അല്ലെ? ഇത് രണ്ടും ആയിക്കഴിഞ്ഞാൽ മൂന്നാമതൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ ബ്രാൻഡിന് ഞാൻ എന്തുകൊണ്ട് ഈ പേര് തന്നെ ചൂസ് ചെയ്തു എന്നുള്ളതിന് ഒരു നല്ലൊരു റീസൺ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അന്ന് സ്റ്റീവ് ജോബ്സ് പറഞ്ഞത് ഇങ്ങനെയാണ്, അന്ന് ഫോൺ ബുക്കിൽ നോക്കുന്ന സമയത്ത് ക്ലയൻസ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് അറ്റാരി എന്ന കമ്പനി കാണുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് അല്ലെങ്കിൽ മുന്നത്തെ പേജുകളിലായിട്ട് ഈ ആപ്പിൾ എന്ന ബ്രാൻഡ് അവർ കാണും എന്നതായിരുന്നു ഈ സ്റ്റീവ് ജോബ്സ് പറഞ്ഞ മറുപടി. അത് നിസ്സാരമായിട്ടുള്ള കാര്യമായിരിക്കാം, പക്ഷേ അന്ന് അത് വലിയ രീതിയിൽ ഇമ്പാക്ട് ചെയ്തത് കൊണ്ടാണ് ഇന്ന് ആപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് ഈ ഒരു രീതിയിൽ വളർന്നിട്ടുള്ളത്. അപ്പൊ എപ്പോഴും മനസ്സിൽ വെക്കുക, ആദ്യം നമ്മൾ തീം സെറ്റ് ചെയ്യുക, രണ്ടാമത് നമ്മൾ ആർക്കാണെന്നുള്ളത് സെറ്റ് ചെയ്യുക. അതായത് നമ്മുടെ ക്ലയൻസ് പ്രീമിയം ആണോ, മിഡിൽ ക്ലാസ് ആണോ, അതോ ബഡ്ജറ്റ് ഓറിയന്റഡ് ആണോ എന്നുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. അതിനുശേഷം ഈ പേര് ചൂസ് ചെയ്യാൻ, നമ്മൾ കണ്ടെത്തുന്ന പേര് ചൂസ് ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള ഒരു റീസൺ കൂടി നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബ്രാൻഡിന്റെ നെയിമിങ് കൃത്യമായ രീതിയിൽ അതിന് ചേരുന്ന രീതിയിൽ നമുക്ക് എത്തിച്ചേരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.